എല്ലാവർക്കും ദൈവിക ആരാധനയിലേക്ക് സ്വാഗതം. ജയ ഏകാദശി ദിവസം മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് ഭക്തർക്ക് പ്രത്യേക ഫലം നൽകുന്നു. ജയ ഏകാദശി ആരാധനയിലൂടെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ഭയത്തിൽ നിന്ന് മുക്തി നേടും. മറ്റ് ഏകാദശികളെ അപേക്ഷിച്ച് ഇരട്ടി ഫലം ലഭിക്കുന്ന വ്രതമാണ് ജയ ഏകാദശി വ്രതം. ജയ ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനൊപ്പം ലക്ഷ്മി ദേവിയെയും ശിവനെയും ആരാധിക്കുന്നത് വളരെ ഐശ്വര്യമായി കണക്കാക്കുന്നു. ജയ ഏകാദശി നാളിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. അതിനുശേഷം മഹാവിഷ്ണുവിനെ ആരാധിക്കുക. നിവേദ്യങ്ങളോടൊപ്പം ചന്ദനം, അക്ഷതം, പുഷ്പങ്ങൾ, മാല, തുളസി എന്നിവ സമർപ്പിക്കുക. ഇതോടൊപ്പം നെയ്വിളക്കും ധൂപവും കത്തിക്കണം. വിഷ്ണു സഹസ്രനാമം, നാരായണ സ്തോത്രം എന്നിവ ചൊല്ലുന്നതും ഉത്തമമാണ്. അവസാനം ആരതി നടത്തുക. ഏകാദശി നാളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയാം. ഈ ദിവസം ചൂതാട്ടം പാടില്ല. ഈ ദിവസം ഉറങ്ങാൻ പാടില്ല. ജയ ഏകാദശി നാളിൽ മഹാവിഷ്ണുവിൻ്റെ മന്ത്രം മാത്രമേ ജപിക്കാവൂ. ഈ ദിവസം മോഷ്ടിക്കരുത്. ഈ ദിവസം മോഷ്ടിക്കുന്നതിലൂടെ 7 തലമുറയ്ക്ക് പാപഫലം ലഭിക്കും. ലഘുഭക്ഷണവും പാനീയവും കഴിക്കുക. സാത്വിക ഭക്ഷണം മാത്രം കഴിക്കുക. പരുഷമായ വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. അതിരാവിലെ എഴുന്നേൽക്കുക. വൈകുന്നേരം ഉറങ്ങരുത്. ഇനി ഇന്നേ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഏകാദശി നാളിൽ ഭക്തർ തുളസി ചെടി നടണം. ഇതിലൂടെ മഹാവിഷ്ണു പ്രസാദിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം ഈ ദിവസം ജമന്തി ചെടി നടുന്നതും ഗുണം ചെയ്യും. വീടിൻ്റെ വടക്ക് ദിശയിലാണ് ഈ ചെടി നടേണ്ടത്. ജയ ഏകാദശി നാളിൽ മഹാവിഷ്ണുവിന് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ അർപ്പിക്കുകയും കുങ്കുമം പൂജിക്കുകയും ശ്രീഹരിക്ക് സമർപ്പിക്കുകയും ചെയ്യുക. ആവശ്യക്കാർക്ക് വസ്ത്രമോ ഭക്ഷണമോ പണമോ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. ഇങ്ങനെ ചെയ്താൽ പുണ്യത്തിൻ്റെ ഫലം ഇരട്ടിയാകും. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 28-ാം തീയതി വൈകിട്ട് 4:36 മുതൽ 29-ാം തീയതി ഉച്ചയ്ക്ക് 1:55 വരെയാണ്. പാരണ വീടേണ്ട സമയം 30-ാം തീയതി രാവിലെ 7:11 മുതൽ 9:22 വരെയാണ്. ഹരിവാസര സമയം 29-ാം തീയതി 7:14 മുതൽ വൈകിട്ട് 7:14 വരെയാണ്.